മലയാള സിനിമയിലെ പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ മലയാള സിനിമയിൽ പുതിയ സംഘടനയിൽ ഭാഗമല്ല എന്ന് പ്രതികരിച്ചിരിക്കുകയാണ് സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചലച്ചിത്ര കൂട്ടായ്മയിൽ നിലവിൽ ഭാഗമല്ല എന്നും ക്രിയാത്മകമായ ചലച്ചിത്ര സംവിധായക നിർമ്മാതാക്കളുടെ സ്വതന്ത്ര കൂട്ടായ്മ എന്ന ആശയത്തോട് യോജിക്കുന്നു എന്നുമാണ് ലിജോ പ്രതികരിച്ചത്. കൂട്ടായ്മയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുമ്പോൾ ഔദ്യോഗികമായ അറിയിപ്പുണ്ടാകും. ഇപ്പോൾ പ്രചരിക്കുന്ന ഒന്നും തന്റെ അറിവോടെ അല്ല എന്നും ലിജോ ജോസ് പല്ലിശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ആഷിഖ് അബുവിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പുതിയ കൂട്ടായ്മ പ്രോഗ്രസീവ് ചിന്താഗതിയോടെ എന്ന നിലയിൽ ആയിരുന്നു കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പേരും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ലിജോ പറയുന്നു താൻ അതിന്റെ ഭാഗമല്ല എന്ന്. അഭിലാഷ, ലിജോ ജോസ് പല്ലിശ്ശേരി ഇതിൽ അപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് താൻ ആ ആശയത്തെ സ്വാഗതം ചെയ്യുന്നു, അതിനെ പിന്തുണയ്ക്കുന്നു, എല്ലാം തന്നെ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്നത് തൻ്റെ പേര് കൂടി ചേർത്ത് അല്ലെങ്കിൽ തൻ്റെ ചിത്രം കൂടി ചേർത്തുള്ള ചില സോഷ്യൽ മീഡിയ കാർഡും അതോടൊപ്പം തന്നെ മറ്റ് പല കുറിപ്പുകളുമുണ്ട്. അത് തൻ്റെ ഒരു അറിവോടെ അല്ല, അല്ലെങ്കിൽ താൻ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല എന്നാണ്. താൻ അതിന് സ്വാഗതം ചെയ്യുന്നുണ്ട്, പുതിയ കൂട്ടായ്മ വരട്ടെ, അത്തരം ആശയങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ താൻ തന്നെ അത് അറിയിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്നത് തൻ്റെ അറിവോടെ അല്ല എന്നൊരു സൂചന കൂടി അതിൽ വരുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, ഇത് സംബന്ധിയായ ഒരു കുറിപ്പ് പുറത്തിറക്കുമ്പോൾ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന രീതിയിലേക്ക് ഒരു ചിന്ത വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അത്തരമൊരു കുറിപ്പ് പുറത്തു വരികയും ചെയ്യുന്നത്. അതിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട പേരുകളിലൊന്നായിരുന്നു ലിജോ ജോസ് പല്ലിശ്ശേരിയുടേത്. അതിൻ്റെ ആ കുറിപ്പിൻ്റെ ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകളിൽ ആഷിഖ് അബുവും ലിജോ ജോസ് പല്ലിശ്ശേരിയും റിമ കല്ലിങ്കൽ തുടങ്ങിയ പേരുകൾ, അഞ്ജലി മേനോൻ തുടങ്ങിയ സംവിധായകർ, ഒപ്പം റിമ കല്ലിങ്കൽ, വിപിൻ ചന്ദ്രൻ തുടങ്ങിയവരുടെ പേരുകളായിരുന്നു. അത്രയും പേരുകളെ അതിലുണ്ടായിരുന്നുള്ളൂ. താനും ഇങ്ങനൊരു ആശയം തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, കൂടുതൽ പേര് ഇതിലേക്ക് പങ്കെടുക്കുമെന്നതെല്ലാം തന്നെ പറയുകയും ചെയ്തിരുന്നു. അത്തരം പേര് വന്ന സാഹചര്യത്തിലാണ്, ആ കുറിപ്പിൽ തന്നെ പേര് വന്ന സാഹചര്യത്തിലാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഇപ്പോഴത്തെ ഈ പ്രതികരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ആശയത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട്, അത് മറന്നുകൂടാ. കാരണം അതിൽ പറയുന്നുണ്ട് ഈ ആശയത്തെ താൻ സ്വാഗതം ചെയ്യുന്നു, ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഔദ്യോഗികമായി താൻ ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ, താൻ ഇതിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ അത് താൻ തന്നെ അറിയിക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന ഇതിൽ കുറിപ്പിൽ തൻ്റെ പേര് വന്നിരിക്കുന്ന ഒരു സാഹചര്യം അവിടെയാണല്ലോ ഡാനി. അതായത് അന്ന് നമ്മളടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പേരുകളിലേക്ക് ലിജോയുടെ പേരും വന്നിരുന്നു. അപ്പോൾ ആരാണ് ഇങ്ങനെ ലിജോയുടെ അനുമതി ഇല്ലാതെ നൽകുന്നത്? ഇദ്ദേഹം ഇതിപ്പോൾ വലിയൊരു വിവാദമാക്കുന്നില്ല എങ്കിൽ പോലും തൻ്റെ അറിവോടെയല്ല എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. ആ കൂട്ടായ്മയെ പിന്തുണയ്ക്കുന്നതും അതിൻ്റെ ഭാഗമാകുന്നതും രണ്ടും രണ്ടാണല്ലോ. തീർച്ചയായും അത് രണ്ട് തന്നെയാണ്. കാരണം ഈ കൂട്ടായ്മയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിനെ സർവാത്മക പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് താനും ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ആ ആശയങ്ങളെ ഒപ്പം തന്നെ അതുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ആശയത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പുറത്തു നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് ലിജോയുടെ കുറിപ്പിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടത്. താൻ ഇതിൻ്റെ ഭാഗമല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ആശയങ്ങൾ നല്ലതാണ്, അതിൽ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു. അതിന് ഭാഗമാകുകയാണെങ്കിൽ താനത് അറിയിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. അതിനർത്ഥം ഇപ്പോൾ അതിൻ്റെ ഭാഗമല്ല എന്ന് തന്നെയാണ്, സംശയമൊന്നുമില്ല. പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട്, ഇത്തരം ഒരു ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ആരെയും ഇപ്പോൾ സംഘടനയിൽ ചേർക്കുകയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുമായി തിടുക്കപ്പെട്ട നടപടികളുമായിട്ട് ഈ പേരിൽ ആരും തന്നെ മുന്നോട്ട് പോകുന്നില്ല. കഴിഞ്ഞ ദിവസം സംവിധായകൻ വിനയൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ച് താൻ ഇതിന് സ്വാഗതം ചെയ്യുന്നു, ഇതിൻ്റെ ഭാഗം വലിയ സംഘടന എന്ന രീതിയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ സംവിധായകൻ എന്ന രീതിയിൽ താൻ ഇതിൻ്റെ ഭാഗമാകാൻ തീർച്ചയായും തന്നെ ആലോചിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ എല്ലാത്തരം ആളുകളെയും, അതായത് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ജൂനിയർ തലത്തിലുള്ള ആളുകളെ വരെ അതിൽ ഉൾക്കൊള്ളാനുള്ള
ഒരു സംവിധാനം അതിനുണ്ടെങ്കിൽ തീർച്ചയായും താൻ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് താൻ അതിൻ്റെ ഭാഗമാകും എന്ന് തന്നെ സംവിധായകൻ വിനയൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ചില ആശയവിനിമയങ്ങളെല്ലാം തന്നെ ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ലിജോ ജോസിന്റെ ഈ ഒരു പ്രതികരണമടക്കം വന്നിരിക്കുന്നത്. എന്തായാലും ആ സിനിമാ മേഖലയിൽ ഒരു പുതിയ സംഘടന വരുന്നു, അത് സംബന്ധിയായ ഒരു ചർച്ചകൾ എല്ലാവരിലും തന്നെ നടക്കുന്നുണ്ട്. സമ്മിശ്രമായ ഒരു പ്രതികരണങ്ങൾ ഇതുമായി വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. വലിയ രീതിയിൽ ആരും തന്നെ ഇപ്പോൾ ഇതിനെ ഒരു സ്വാഗതം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ പ്രതികൂലിച്ചുകൊണ്ടോ ആരും തന്നെയും വലിയ പ്രസ്താവനകളോ കാര്യങ്ങളോ സിനിമയുടെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നടന്മാരുടെയോ നടന്മാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സംവിധായകരുടെ ടെക്നീഷ്യന്മാരുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ പരസ്യമായ രീതിയിലുള്ള ഒരു അനുകൂല പ്രതികൂല പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ലിജോ പ്രതികരിക്കാൻ തയ്യാറാവുന്നത് അദ്ദേഹത്തിന്റെ പേര് കൂടി ചേർത്തുകൊണ്ട് പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയാൻ നിർബന്ധിതരായിരിക്കുന്നത്. അഭിലാഷ്. റൈറ്റ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾ ഒക്കെയാണ് നടക്കുന്നത്. പല സിനിമാ പ്രവർത്തകരും സിനിമാ മേഖലയിൽ ഒരു പൊളിച്ചെഴുത്തിന്റെ ആവശ്യകതയുണ്ട് എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പുതിയൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. ആ വാർത്തകളുമായി ബന്ധപ്പെട്ട് അതിനടിസ്ഥാനപരമായ തെളിവുകളും രേഖകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ വന്നിട്ടുള്ള പേര് തൻ്റെ അറിവോടെ അല്ല എന്നാണ് ലിജോ ജോസ് പല്ലിശ്ശേരി പറയുന്നത്. എന്തായാലും ആ സംഘടനയുടെ തുടക്കത്തിൽ തന്നെ വീണ്ടും കല്ലുകടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ